നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വന്ന വളരെ പ്രധാനപ്പെട്ട കുറേ അപ്ഡേറ്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. കാണാതെ മിസ്സായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. കാരണം യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴേക്കും അതൊക്കെ അറിഞ്ഞു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. യൂട്യൂബിൽ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്തു എന്നിരിക്കട്ടെ, കുറച്ച് വീഡിയോസോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ വൈറലായി ധാരാളം സബ്ബൊക്കെ കിട്ടി. അപ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീഡിയോസ് വൈറലാവുകയോ ഇല്ല ഷോർട്സൊക്കെ വൈറലാവുകയോ ചെയ്താൽ അതുവഴി ധാരാളം സബ്ബൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വ്യൂസും ധാരാളം വരാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നല്ല വ്യൂസൊക്കെ വന്നതിന് ശേഷം പിന്നെ വ്യൂസൊക്കെ കുറയാൻ തുടങ്ങുകയും പഴയ പോലെ വ്യൂസ് കിട്ടാത്ത ഒരവസ്ഥ അല്ല, അങ്ങനെ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ എപ്പോഴും ആദ്യമൊക്കെ പലരും വിചാരിക്കും നല്ല വ്യൂസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് എന്നും ഇതിൽ നിന്നും മുകളിലോട്ടേ പോകുകയുള്ളൂ, ഇനി താഴോട്ട് വ്യൂസ് ഒരിക്കലും പോകില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. നല്ല വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും വ്യൂസൊക്കെ ഡൗൺ ആകുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വ്യൂസൊക്കെ കുറയുന്നത്, സബ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും വൈറലാകണം. അപ്പോൾ ചാനൽ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ചെയ്യപ്പെടും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, സക്സസ്ഫുൾ ആകാൻ സാധിക്കും, ചാനലിൻ്റെ ഗ്രോത്തൊക്കെ ഉണ്ടാകും. മാത്രമല്ല ഒരു വീഡിയോ വൈറലാകുന്നത് വഴി നമുക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ചാനൽ ഗ്രോ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏർണിങ്സും അതുപോലെ തന്നെ മോണിറ്റൈസ് ആയവർക്കാണെങ്കിൽ മോണിറ്റൈസേഷൻ ആകും. പിന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഈ ധാരാളം വ്യൂസ് വരുമ്പോഴേക്കും നല്ല രീതിയിൽ വാച്ച് അവേഴ്സ് കൂടുകയും ചെയ്യും. മാത്രമല്ല ഒരു വീഡിയോ വൈറലായാൽ ഒരു പക്ഷേ ഗുണത്തെക്കാളും ദോഷമാണോ സംഭവിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾക്കറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പലതരം കുക്കിംഗ് റെസിപ്പീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടോപ്പിക്കിലായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ്സോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു വീഡിയോ വൈറലായാൽ കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് ഒരു പക്ഷേ നമ്മളുടെ വീഡിയോ എത്തിച്ചേരുകയും ചെയ്യാം. പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം വലിച്ചുമാറി കുറേ വീഡിയോസൊക്കെ ഇടും. ചാനലിൽ തീമൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും നമ്മൾക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാനുള്ള ഒരു സ്റ്റോക്കേ കയ്യിൽ കാണുകയുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ വീഡിയോസൊക്കെ ഹിറ്റായി വരും, സബ്ബൊക്കെ വരും. കുറേയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് വന്നിട്ട് അതേ രീതിയിൽ പിന്നെ വീഡിയോസ് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. കാരണം കണ്ടൻറ്റിൻ്റെ ക്ഷാമം തന്നെ. നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും മെയിൻ ടോപ്പിക്കൊക്കെ വിട്ടിട്ട് വേറെ പലതും വൈറലായ ടോപ്പിക്സിൽ നിന്നുമൊക്കെ വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്നും പിന്നെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കയ്യിൽ കണ്ടൻറ് ഇല്ലാതെ വരുമ്പോഴേക്കും നമ്മൾക്ക് മെയിൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റാതെ ആകുമ്പോഴേക്കും സാധാരണ നമ്മൾ ഒരു ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും സാധാരണ നമ്മളുടെ ചാനൽ വന്ന് കാണുകയും സബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്നും വിട്ടുപോയിട്ട് വേറെ കണ്ടൻറ്റിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയാൽ ഈ ആദ്യം ഇതിനായിട്ട് വന്ന് ചേർന്നവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോവുകയും അവർ നമ്മളുടെ ചാനലിൽ നിന്നും വിട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആകെപ്പാടി പെട്ടു പോകും. പിന്നെ അതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി മാത്രമേ വെളിയിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മിക്സഡ് കണ്ടന്റ് ചെയ്താൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ചാനലിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതിൽ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി ഒരുപാട് പേര് കമൻസിലൊക്കെ സംശയം ചോദിച്ചിരുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് മറക്കാതെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ
നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ കാത്തിരിക്കും. അടുത്തത് തുടർന്ന് ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.